ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSCB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിനുള്ള ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ 38 ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ബാങ്കാണ്. 50 ക്വസ്റ്റ്യൻ അടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ ബാങ്കാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ 38 ഭാഗങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് വേണ്ടി നമ്മളെടുത്ത ക്ലാസ്സുകളുടെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2013 ഈസ് നോൺ ആസ് ഡാഷ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2013 ഈസ് നോൺ ആസ് ആക്ട് 8 ഓഫ് 2013. ആക്ട് 8 ഓഫ് 2013 എന്നാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2013 അറിയപ്പെടുന്നത്. ആക്ട് 8 ഓഫ് 2013. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ആർക്കിടെക്ട് ഓഫ് കേര മിൽക്ക് പ്രൊഡക്ഷൻ യൂണിയൻ. കേര മിൽക്ക് പ്രൊഡക്ഷൻ യൂണിയൻ, ഗുജറാത്തിലെ കേര മിൽക്ക് പ്രൊഡക്ഷൻ യൂണിയൻ്റെ ആർക്കിടെക്ട് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് മലയാളിയായിരുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ, ഫാദർ ഓഫ് ഇന്ത്യൻ വൈറ്റ് റവല്യൂഷൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യനാണ് ആർക്കിടെക്ട് ഓഫ് കേര മിൽക്ക് പ്രൊഡക്ഷൻ യൂണിയൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആക്ട് ആസ് എ കൺസോർഷ്യൽ ലീഡർ ഓഫ് ദി ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഡിസ്ട്രിക്ട്. അതായത് ഒരു ജില്ലയിലെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കൺസോർഷ്യം ലീഡർ എന്നറിയപ്പെടുന്നത് ആ ജില്ലയിലെ ലീഡ് ബാങ്ക് ആയിരിക്കും. ഓരോ ജില്ലയ്ക്ക് ഓരോ ലീഡ് ബാങ്കുകളുണ്ട്. അപ്പോൾ കൺസോർഷ്യൽ ലീഡർ ഓഫ് ദി ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഡിസ്ട്രിക്ട് എന്നറിയപ്പെടുന്നതും ലീഡ് ബാങ്ക് ആയിരിക്കും. ഓരോ ജില്ലയിലെ ലീഡ് ബാങ്ക് ആയിരിക്കും കൺസോർഷ്യൽ ലീഡർ ഓഫ് ദി ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദാറ്റ് ഡിസ്ട്രിക്ട്. അത് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രൂട്ട് ജ്യൂസ് മാർക്കറ്റഡ് ബൈ മിൽമ ഈസ് നോൺ ആസ് ഡാഷ്. മിൽമ മാർക്കറ്റ് ചെയ്യുന്ന ഫ്രൂട്ട് ജ്യൂസിന് പറയുന്ന പേരാണ് റീഫ്രഷ്. റീഫ്രഷ് എന്നുള്ള പേരിൽ ഫ്രൂട്ട് ജ്യൂസ് മാർക്കറ്റ് ചെയ്യുന്നത് മിൽമ ആണെന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് പെയ്ഡ് ബിഫോർ ഡ്യൂ ഡേറ്റ് ഇറ്റ് ഈസ് കോൾഡ് ഡാഷ്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്യൂ ഡേറ്റിന് മുമ്പ് പേ ചെയ്താൽ അത്തരം ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റിട്ടയറിംഗ്. റിട്ടയറിംഗ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് പെയ്ഡ് ബിഫോർ ഡ്യൂ ഡേറ്റ്. പെയ്ഡ് ബിഫോർ ഡ്യൂ ഡേറ്റ് ആണ് റിട്ടയറിംഗ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലീൻ അവൈലബിൾ ടു എ ബാങ്കർ ഈസ് ഡാഷ്. ബാങ്കറിന് അവൈലബിൾ ആയിട്ടുള്ള ലീനിന് പറയുന്ന പേരാണ് ജനറൽ ലീൻ. ജനറൽ ലീനാണ് ദ ലീൻ അവൈലബിൾ ടു എ ബാങ്കർ എന്നറിയപ്പെടുന്നത്. ദ ലീൻ അവൈലബിൾ ടു എ ബാങ്കർ ഈസ് നോൺ ആസ് ജനറൽ ലീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ ലെവൽ അപ്പെക്സ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഈസ് ഡാഷ്. അത് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ നാഷണൽ ലെവലിലുള്ള അപ്പെക്സ് സ്ഥാപനമാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കെല്ലാം അറിയാവുന്ന നാഫെഡ് ആണ്. നാഫെഡ് ആണ് നാഷണൽ ലെവൽ അപ്പെക്സ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സൊസൈറ്റി, നാഫെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂസ് ഇനിഷ്യേറ്റീവ് ഈസ് ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡ് ഇന്ത്യയെ പാലുൽപാദനത്തിൽ ലോകത്തിൽ 1ാം നമ്പറാക്കിയ ഒരു പ്രമുഖ പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ഫ്ലഡ്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി ആരുടെ ഇനിഷ്യേറ്റീവിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിൻ്റെ ഇനിഷ്യേറ്റീവിലാണ് ആരംഭിച്ചതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്നുള്ളതാണ് ആൻസർ. NDDB-യുടെ ഇനിഷ്യേറ്റീവിലാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നുള്ള ഈ മഹത്തായ പദ്ധതി ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാംകോ ഈസ് ഡാഷ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കാംകോ എന്ന് പറഞ്ഞാൽ ഏത് തരം ഉൽപ്പന്നത്തിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ അരിക്കനട്ട് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കാംകോ. അരിക്കനട്ട് എന്ന് പറഞ്ഞാൽ അടയ്ക്കയാണ്. അപ്പോൾ അടയ്ക്കയുടെ മാർക്കറ്റിങ്ങും അതുപോലെ അതിൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കേരള കർണാടക ജോയിൻറ്റ് വെഞ്ചറാണ് കാംകോ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മേക്കർ ഓഫ് എ ചെക്ക് ഈസ് കോൾഡ് ഡാഷ്. ഒരു ചെക്കിൻ്റെ മേക്കർ, അതിന് പറയുന്ന പേരാണ് ഡ്രോയർ. ഡ്രോയർ ആണ് മേക്കർ ഓഫ് എ ചെക്ക് എന്നറിയപ്പെടുന്നത്. ഡ്രോയർ ഈസ് ദ മേക്കർ ഓഫ് എ ചെക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റിംഗ് സ്റ്റാർട്ട്സ് വെയർ ഡാഷ് എൻഡ്സ്. ഓഡിറ്റിംഗ് എപ്പോഴാണ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ എന്ത് അവസാനിക്കുമ്പോഴാണ് ഓഡിറ്റിംഗ് ആരംഭിക്കുന്നത്? അതിൻ്റെ ആൻസർ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എൻഡ്സ് ചെയ്യുമ്പോഴാണ് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഓഡിറ്റിംഗ് ആരംഭിക്കുന്നത് അക്കൗണ്ടിങ് അവസാനിക്കുമ്പോഴാണ് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റ് കണ്ടക്റ്റഡ് ഇൻ ബിറ്റ്വീൻ ടു ആനുവൽ ഓഡിറ്റ് ഈസ് കോൾഡ് ഡാഷ്. രണ്ട് ആനുവൽ ഓഡിറ്റിന് ഇടയിലുള്ള ഓഡിറ്റിന് പറയുന്ന പേരാണ് ഇൻ്ററിം ഓഡിറ്റ്. ദ ഓഡിറ്റ് കണ്ടക്റ്റഡ് ഇൻ ബിറ്റ്വീൻ ടു ആനുവൽ ഓഡിറ്റ് ഈസ് നോൺ ആസ് ഇൻ്ററിം ഓഡിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വർക്ക് ഓഫ് ആൻ ഇൻറ്റേർണൽ ഓഡിറ്റർ ഈസ് ഡാഷ്. വർക്ക് ഓഫ് ആൻ ഇൻറ്റേർണൽ ഓഡിറ്ററിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് ഓഫ് ആൻ ഇൻറ്റേർണൽ ഓഡിറ്റർ ഈസ് കണ്ടിന്യൂസ്. ഒരു ഇൻറ്റേർണൽ ഓഡിറ്ററിൻ്റെ വർക്ക് കണ്ടിന്യൂസ് ബേസിലായിരിക്കും എന്നുള്ള കാര്യം നിർബന്ധമായും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഈസ് ആൻ ഡാഷ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കണം. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കണം. ആ വ്യക്തിക്ക്, ആ ഓഡിറ്ററിന് ആ സ്ഥാപനവുമായിട്ട് വേറെ ബന്ധങ്ങളൊന്നും പാടില്ല. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓഡിറ്റ് നടത്തുന്ന ഇൻഡിപെൻഡൻറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കണം ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസ്ട്രിക്ട് ഇൻ വിച്ച് ICDP പ്രോഗ്രാം വാസ് ഫസ്റ്റ് ഇംപ്ലിമെൻറ്റഡ് ഇൻ കേരള. NCDCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ICDP. അപ്പോൾ അത് കേരളത്തിൽ ആദ്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്ത ഡിസ്ട്രിക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് വയനാട് ഡിസ്ട്രിക്റ്റ് ആണ്. വയനാട് ഡിസ്ട്രിക്റ്റിലാണ് കേരളത്തിൽ ആദ്യമായി ICDP പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വയനാട് ഡിസ്ട്രിക്ട് ഇൻ കേരള. ഓക്കെ. ഫണ്ട്സ് ഫോർ ICDP ഈസ് പ്രൊവൈഡഡ് ബൈ ഡാഷ്. ICDP പ്രോജക്റ്റിന് അല്ലെങ്കിൽ പ്രോഗ്രാമിന് വേണ്ടി ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത് NCDC ആണ്. നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ICDPക്ക് വേണ്ട ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മറക്കാതെ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഓപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ് ഈസ് എ പബ്ലിക്കേഷൻ ഓഫ് ഡാഷ്. ഏത് സ്ഥാപനത്തിൻ്റെ പബ്ലിക്കേഷനാണ് കോഓപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ്? അപ്പോൾ കോഓപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ് എന്നുള്ള ഈ പബ്ലിക്കേഷൻ വാംനിക്കോം, വൈകുണ്ഠ് മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ പബ്ലിക്കേഷനാണ് കോഓപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ്. നിർബന്ധമായും അറിഞ്ഞിരിക്കുക. വാംനിക്കോമിൻ്റെ പബ്ലിക്കേഷനാണ് കോഓപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 82 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 82 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അത് അപ്പീൽസ് ടു ട്രൈബ്യൂണൽ. അപ്പീൽസ് ടു ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേസസ് ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 82. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾ 64 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കേസസ് ആക്ടിൻ്റെ റൂൾ 64 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? റൂൾ 64 പ്രതിപാദിച്ചിരിക്കുന്നത് ഓഡിറ്റിനെ കുറിച്ചാണ്. കേസസ് ആക്ടിൻ്റെ റൂൾ 64 ഡീൽസ് വിത്ത് ഓഡിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 കിലോബൈറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ്. ഒരു KB, 1 KB ഈസ് ഈക്വൽ ടു 1024 ബൈറ്റ്. 1024 ബൈറ്റാണ് ഒരു കിലോബൈറ്റ് അല്ലെങ്കിൽ 1 KB. 1 KB ഈസ് ഈക്വൽ ടു 1024 ബൈറ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ട്രസ്റ്റി ഓഫ് ഡിബഞ്ചേഴ്സ് പ്രൊവൈഡഡ് ബൈ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡിബഞ്ചേഴ്സിൻ്റെ ട്രസ്റ്റി ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് കൃത്യമായിട്ടുള്ള ആൻസർ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രാർ ആയിരിക്കും ഡിബഞ്ചേഴ്സ് പ്രൊവൈഡഡ് ബൈ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ട്രസ്റ്റി ആയിട്ട് വരുന്നത്. രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോത്ത് കോഓപ്പറേഷൻ ആൻഡ് ഡെമോക്രസി ബ്രിങ്സ് ഡാഷ് ചേഞ്ചസ്. കോഓപ്പറേഷനും അതുപോലെ ജനാധിപത്യവും, സഹകരണവും ജനാധിപത്യവും എന്തുതരം മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് സോഷ്യോ എക്കണോമിക് ചേഞ്ചസ് ആണ്. സൊസൈറ്റിയിലും അതുപോലെ എക്കണോമിക്കുമായിട്ടും ചേഞ്ചസ് വരുത്തുവാൻ കഴിവുള്ള രണ്ട് ഐഡിയോളജികളാണ് കോഓപ്പറേഷനും അതുപോലെ ഡെമോക്രസിയും. ഓക്കെ, അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ക്യാൻ ബി ക്ലെയിംഡ് ഫോർ ഡാഷ് ടൈപ്പ് ചെക്സ്. ഏത് തരം ചെക്കുകൾക്കാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ, നിയമപരമായ പരിരക്ഷ ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നത് ഏതുതരം ചെക്കുകൾക്കാണ്? അത് ക്രോസ്ഡ് ചെക്സിനാണ്. ക്രോസ്ഡ് ചെക്സിനാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അത് 1995ലാണ്, 1995ലാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള കാര്യം നിർബന്ധമായും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഹയർ ദ ക്യാഷ് റിസർവ് റേഷ്യോ പെർസെൻറ്റേജ് വിൽ ബി ദ വോളിയം ഓഫ് ക്രെഡിറ്റ് ഡാഷ്. അതായത് ക്യാഷ് റിസർവ് റേഷ്യോയുടെ പെർസെൻറ്റേജ് കൂടുന്തോറും ക്രെഡിറ്റിൻ്റെ ആ ഒരു വോളിയത്തിനുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ സ്മോളർ. അതായത് ക്യാഷ് റിസർവ് റേഷ്യോയുടെ പെർസെൻറ്റേജ് കൂടിയാൽ കൂടുതൽ പണം ബാങ്കിൽ സൂക്ഷിക്കേണ്ടതായി വരും. അപ്പോൾ നമ്മൾ ലെൻഡ് ചെയ്യുന്ന മണിയുടെ അളവ് കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഹയർ ദ ക്യാഷ് റിസർവ് റേഷ്യോ പെർസെൻറ്റേജ് വിൽ ബി ദ വോളിയം ഓഫ് ക്രെഡിറ്റ് ബിക്കം സ്മോളർ. ക്രെഡിറ്റിൻ്റെ വോളിയം സ്മോളറായി മാറുകയും ചെയ്യും, കുറയുകയും ചെയ്യും. ക്യാഷ് റിസർവ് റേഷ്യോയുടെ പെർസെൻറ്റേജ് കൂടുന്തോറും ക്രെഡിറ്റിൻ്റെ വോളിയം, ലെൻഡ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ വോളിയം കുറയും എന്നുള്ള കാര്യം നിർബന്ധമായും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേര ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഡാഷ്. കേര എന്നുള്ളത് ഏത് സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റാണ്? അത് കേരഫെഡിൻ്റെ പ്രോഡക്റ്റാണ് കേര. കേര ഈസ് എ പ്രോഡക്റ്റ് ഓഫ് കേരഫെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് വൺ ഓഫ് ദ കീ ഫീച്ചേഴ്സ് ഓഫ് ഡാഷ്. അതായത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണർഷിപ്പ് അത് പ്രൈവറ്റ് പാർട്ടികളുടെ കയ്യിലായിരിക്കും. അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉള്ള എക്കണോമിക്ക് പറയുന്ന പേരാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ പ്രൈവറ്റ് പാർട്ടീസിൻ്റെ കയ്യിലായിരിക്കും മീൻസ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൺട്രോൾ. എക്സാമ്പിൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ്. ഓക്കെ, എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പെക്സ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ കേരള. കേരളത്തിലെ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ അപ്പെക്സ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത് റബ്ബർ മാർക്കാണ്. അപ്പെക്സ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ കേരള എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായത്? കൃത്യമായിട്ടുള്ള ആൻസർ 1984 1984 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായത്. 1984. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫൈനൽ ഓർ അൾട്ടിമേറ്റ് അതോറിറ്റി ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഫൈനൽ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് അതോറിറ്റി എന്നറിയപ്പെടുന്നത് അതിൻ്റെ ജനറൽ ബോഡിയാണ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ ഓർ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നബാർഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട വർഷം 1982. 1982 നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതെന്നുള്ള കാര്യം നിർബന്ധമായും പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IFSC കോഡ് കണ്ടെയ്ൻസ് ഡാഷ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡാണ് IFSC. അപ്പോൾ IFSC കണ്ടെയ്ൻസ് 11 ഡിജിറ്റ് കോഡാണ്. IFSC 11 ഡിജിറ്റ് കോഡാണ്. നിർബന്ധമായി പഠിക്കുക. 11 ഡിജിറ്റ് കോഡാണ് IFSC കോഡിൽ അടങ്ങിയിരിക്കുന്നത്. 11 ഡിജിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് ഈസ് ദ ടാഗ് ലൈൻ ഓഫ് വിച്ച് ബാങ്ക്. ഏത് ബാങ്കിൻ്റെ ടാഗ് ലൈനാണ് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നുള്ളത്? അത് കൃത്യമായിട്ടുള്ള ആൻസർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാഗ് ലൈനാണ് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാഗ് ലൈനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റ് റിപ്പോർട്ട് വിച്ച് കണ്ടെയ്ൻ സെർട്ടൻ കണ്ടീഷൻസ് ഈസ് കോൾഡ് ഡാഷ്. അതായത് ഓഡിറ്റിന് ശേഷം ചില കണ്ടീഷൻസ് ഫുൾഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞ് ഓഡിറ്റർ നൽകുന്ന റിപ്പോർട്ട്, അത്തരത്തിലുള്ള റിപ്പോർട്ടിന് പറയുന്ന പേരാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നുള്ളത് ഓഡിറ്റിന് ശേഷം സെർട്ടൻ കണ്ടീഷൻസ് പ്രതിപാദിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണമെന്ന് പറഞ്ഞ് ഓഡിറ്റർ നൽകുന്ന ആ റിപ്പോർട്ടിന് പറയുന്ന പേരാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് ഓർ അഡ്വേഴ്സ് റിപ്പോർട്ട്. ഇതിന് മറ്റൊരു പേരുണ്ട് അഡ്വേഴ്സ് റിപ്പോർട്ട് എന്നും ഈ ഒരു റിപ്പോർട്ട് അറിയപ്പെടുന്നു. ക്വാളിഫൈഡ് റിപ്പോർട്ട് ഓർ അഡ്വേഴ്സ് റിപ്പോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എ സൊസൈറ്റി ഡി മീൻസ്. ഒരു സൊസൈറ്റിയുടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ ആ സൊസൈറ്റിക്ക് D ഗ്രേഡാണ് കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം സൊസൈറ്റി ഈസ് നോട്ട് വയബിൾ. അതായത് സൊസൈറ്റി തുടർന്നുള്ള പ്രവർത്തനത്തിന് യോഗ്യതയില്ല, അല്ലെങ്കിൽ തുടർന്നുള്ള പ്രവർത്തനത്തിന് പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് D ക്ലാസിഫിക്കേഷൻ കിട്ടുന്നത് ആ സൊസൈറ്റിക്ക് ഓഡിറ്റിങ്ങിൽ ബിലോ 35 മാർക്ക് ലഭിച്ചാലാണ് D ക്ലാസിഫിക്കേഷൻ ലഭിക്കുക. D ക്ലാസിഫിക്കേഷൻ ലഭിച്ച അതിൻ്റെ അർത്ഥം ദ സൊസൈറ്റി ഈസ് നോട്ട് വയബിൾ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെറ്റ്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ ഡാഷ് ടൈപ്പ് ഓഡിറ്റ്. ഏത് ടൈപ്പ് ഓഡിറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെറ്റ്സ്? എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെറ്റ്സ് എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ടൈപ്പ് ഓഡിറ്റിൻ്റെ പ്രത്യേകതയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ടൈപ്പ് ഓഡിറ്റിൻ്റെ പ്രത്യേകതയാണ് എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആപ്കോസ്? ആപ്കോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആപ്കോസ് എന്ന് പറഞ്ഞാൽ ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ആപ്കോസ്. ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ്, വാട്ട് ഈസ് അമുൽ? അമുലിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അമുൽ എന്ന് പറഞ്ഞാൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നുള്ളതാണ് അമുൽ. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്, അമുൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗ്രീൻകോ. കേരള സ്റ്റേറ്റ് അഗ്രോ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നുള്ളതാണ് അഗ്രീൻകോയുടെ ഫുൾ ഫോം. അപ്പോൾ അഗ്രീൻകോ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട വർഷമാണ് 2011. 2011 അഗ്രീൻകോ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. കേരള സ്റ്റേറ്റ് അഗ്രോ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ലിമിറ്റഡ്. കേരള സ്റ്റേറ്റ് അഗ്രോ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാണ് ഉള്ളൂ. കേരള സ്റ്റേറ്റ് അഗ്രോ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് അഗ്രീൻകോ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട വർഷം 2011. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് ന്യൂസ് ഈസ് ദ ക്വാർട്ടർലി പബ്ലിക്കേഷൻ ഓഫ് ഡാഷ്. ഏത് സ്ഥാപനത്തിൻ്റെ ക്വാർട്ടർലി പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ന്യൂസ്? അത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ക്വാർട്ടർലി പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ന്യൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യസ് ഫസ്റ്റ് സൈബർ പോലീസ് സ്റ്റേഷൻ വാസ് അറ്റ് ഡാഷ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയിന്റിംഗ് ഡിവൈസ് യൂസ്ഡ് ഇൻ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ. ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന പോയിന്റിംഗ് ഡിവൈസിന് പറയുന്ന പേരാണ് ടച്ച് പാഡ്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ നമ്മൾ മൗസ് യൂസ് ചെയ്യുന്നു, എന്നാൽ ലാപ്ടോപ്പിൽ മൗസ് ഇല്ല. മൗസിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ടച്ച് പാഡ്. അപ്പോൾ പോയിന്റിംഗ് ഡിവൈസ് യൂസ്ഡ് ഇൻ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ടച്ച് പാഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 66F ഓഫ് IT ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. IT ആക്ടിൻ്റെ സെക്ഷൻ 66F എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അത് സൈബർ ടെററിസത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന IT ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 66F. സെക്ഷൻ 66F ഓഫ് IT ആക്ട് ഡീൽസ് വിത്ത് സൈബർ ടെററിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റംപ്റ്റിംഗ് ടു അക്വയർ യൂസർ നെയിം പാസ്വേഡ് എക്സെട്ര ബൈ ക്ലെയിമിംഗ് ആസ് ദ ഒറിജിനൽ വെബ്സൈറ്റ് ഓഫ് എ പോപ്പുലർ വെബ്സൈറ്റ് ഈസ് കോൾഡ് ഡാഷ്. അതായത് ഒരു പ്രമുഖ വെബ്സൈറ്റിനെ പോലെ തോന്നിക്കുന്ന തരത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അങ്ങോട്ട് ആളുകളെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ലിങ്കുകൾ വഴി ക്ഷണിച്ച് അവിടെ വെച്ച് അവരുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ തട്ടിയെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഫിഷിംഗ്. ഫിഷിങ്ങിനകത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ് ഉണ്ടാകും. അത് ഒറിജിനൽ വെബ്സൈറ്റിനെ വെല്ലുന്ന രീതിയിലുള്ള വെബ്സൈറ്റ് ആയിരിക്കും. അതിലേക്ക് ഇമെയിൽ വഴി മറ്റോ ഡ്യൂപ്ലിക്കേറ്റ് ലിങ്ക് വഴി ആൾക്കാരെ എത്തിക്കുകയും അവിടെ വെച്ച് അവരുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ തട്ടിയെടുക്കുകയും ചെയ്യുന്ന രീതിക്ക് പറയുന്ന ക്രൈമിന് പറയുന്ന പേരാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസില്ല ഫയർഫോക്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. മോസില്ല ഫയർഫോക്സ് അത് എന്ത് തരം സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ എന്ത് തരം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്? അത് വെബ് ബ്രൗസറിന് ഉദാഹരണമാണ് മോസില്ല ഫയർഫോക്സ്. മോസില്ല ഫയർഫോക്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വെബ് ബ്രൗസർ. അപ്പോൾ അതുപോലെ ഗൂഗിൾ ക്രോം, അതുപോലെ ഓപ്പറ മിനി, UC ബ്രൗസർ തുടങ്ങിയവയൊക്കെ വെബ് ബ്രൗസറിന് ഉദാഹരണമാണ്. മോസില്ല ഫയർഫോക്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വെബ് ബ്രൗസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് അത് എന്ത് തരം എന്തിന് ഉദാഹരണമാണ്? അത് ഹാർഡ്വെയറിന് ഉദാഹരണമാണ്. നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന തരം പെരിഫറൽസിന് പറയുന്ന പേരാണ് ഹാർഡ്വെയർ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഹാർഡ്വെയറിന് എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ISM പബ്ലിഷർ ഈസ് എ ഡാഷ്. ISM പബ്ലിഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ISM പബ്ലിഷർ എന്ന് പറഞ്ഞാൽ DTP സോഫ്റ്റ്വെയർ, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ISM പബ്ലിഷർ. ISM പബ്ലിഷർ ഈസ് എ DTP സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐസ്ക്രീം സാൻഡ്വിച്ച് ഈസ് എ വേർഷൻ ഓഫ് വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വേർഷൻ ആയിരുന്നു ഐസ്ക്രീം സാൻഡ്വിച്ച്? ഐസ്ക്രീം സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോണുകളുടെ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു വേർഷൻ ആയിരുന്നു ഐസ്ക്രീം സാൻഡ്വിച്ച്. ഐസ്ക്രീം സാൻഡ്വിച്ച് ഈസ് എ വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വാട്ട് ഈസ് IMPS? IMPS എന്നുള്ളതിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. IMPSൻ്റെ ഫുൾ ഫോമാണ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ്. ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് എന്നുള്ളതാണ് IMPSൻ്റെ ഫുൾ ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് HTML. HTMLൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. HTMLൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ് HTMLൻ്റെ ഫുൾ ഫോം. ഫുൾ ഫോം ഓഫ് HTML എന്നുള്ളത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു 50 ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുക. അപ്പോൾ ഇതിന് മുമ്പുള്ള 38 ഭാഗങ്ങൾ ACI ക്ലാസ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്തവർ അത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വൈകുന്നേരം ഒരു വീഡിയോ നമ്മുടെ എക്സാമിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.